നമ്മള് ടാറ്റ പോവുക. എവിടെ ടാറ്റ പോവാ? നമ്മള് കൊമരവത്ത് ടാറ്റ പോവുക. അവിടെ ആരാ? നിതാമാം. ഓക്കെ ദേവാമ്മ പോടാ. ഓക്കെ. ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ എല്ലാവരും കൂടെ നേരാണ് നിതാമാമിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിന് പിന്നിൽ വേറൊരു കഥയും കൂടി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വഴിയാലേ മനസ്സിലായിക്കോളും. ഞാനും ചേച്ചി ഒരേ കളർ ഡ്രസ്സ് ഇട്ടപ്പം ഞങ്ങളുടെ പോലെ തന്നെ കളർ ഒരേപോലെ ഇടാൻ പറഞ്ഞ് എല്ലാവരെ കൊണ്ട് മാക്സിമം ഞങ്ങൾ ഒരുപോലത്തെ കളർ ഡ്രസ്സ് ഇടിപ്പിച്ചു. അമ്മ ആദ്യം പറഞ്ഞു, സോമ ഞാൻ വരുന്നില്ല കേട്ടോ, എനിക്ക് കാലുവേദനയാണ്, കഴിഞ്ഞ വർഷം ഞാൻ ഓൾറെഡി വന്നതല്ലേ, ഞാൻ വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ആ വഴിക്ക് വേറെ വല്ലയിടത്തൊക്കെ പോകും, പിന്നെ വന്നു കഴിയുമ്പോൾ പറയരുത് നീ ഞങ്ങളെ കൂട്ടിയില്ലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്മ ഒരുവിധം കൂട്ടി. അമ്മയ്ക്ക് കാല് വയ്യ, രണ്ട് കാലയിലും വെരിക്കോസ് പൊട്ടിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബസ്സിനാണ് പോകുന്നത്. മക്കൾ ബസ്സിന് കയറിയിട്ടില്ല. അപ്പം അത് എത്ര വർഷം കൂടിയാണ് ബസ്സിൽ കയറുന്നത്, അത് ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് കരുതി കയറിയപ്പം വേറൊരാളും കൂടെ കയറിയേക്കുന്നു. അമ്മ ചോദിച്ചു, ഇവളും വരുന്നുണ്ടോ നിതാമാമിൻ്റെ വീട്ടിൽ നിന്ന്? ഞാൻ പറഞ്ഞു നിതാമാം പറഞ്ഞിട്ടുണ്ട് ചേച്ചീനെയും കൂടി കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോൾ അവൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ യാത്രയായിട്ട് നോക്ക് നിതാമാമിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പായി, അവിടെ ഇറങ്ങി എല്ലാവരും ചൂടാന്നും പറഞ്ഞ് ഓരോ ഐസ്ക്രീമും വാങ്ങിച്ച് കഴിച്ച് ഞാനും അമ്മയും ഒരു മോരും വെള്ളം കുടിച്ച്. എനിക്കങ്ങോട്ട് എത്ര ഇഷ്ടപ്പെട്ടില്ല, കുപ്പിയിലെ മോന് ഭയങ്കര പുളിയായിരുന്നു. അത് ബാക്കി അമ്മയുടെയിലും കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാം. ഇത് നമ്മള് ബോർഡറിലാണ് നിതാമാമിന്റെ വീട്ടിൽ പോകണം, അത്രേ ഉള്ളൂ. നിതാമാമിന്റെ വീട് അപ്പുറത്താ. മാമിനോട് വെറൈറ്റി യൂട്യൂബിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ മാം പറയും. അതെ, അമ്മയ്ക്കൊരു സംശയം, നമ്മൾ ബോട്ടിങ്ങിന് പോവാണോ? ഇതുവഴി അല്ലല്ലോ നിതാമാമിൻ്റെ വീട്ടിൽ പോകുന്നത്. കാരണം കഴിഞ്ഞ വർഷം പോയപ്പോൾ അമ്മ വന്നതായിരുന്നു, അതുകൊണ്ടാണ് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ പറഞ്ഞു, നമ്മൾ ബോട്ടിങ്ങിന് പോവാന്ന്. അതെ, നമ്മൾ ബോട്ടിങ്ങിന് പോവാണ്. അങ്ങനെ നിതാമാമിൻ്റെ ഒരു അങ്കിള് വഴി ഞങ്ങൾ ഒരു ഷിക്കാര ബോട്ട് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഒരു ദിവസം അങ്ങ് അടിച്ചു പൊളിക്കാന്ന് കരുതി ഇന്ന് പോന്നതാണ്. മോച്ച ചോദിച്ചു വെക്കാൻ പോയി. അങ്കിൾ ഇത് എന്റെ ചേച്ചിമാരാ. ഇത് മൂത്ത ചേച്ചി, ഇത് രണ്ടാമത്തെ ചേച്ചി. അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കണ്ടപ്പോ നിതാമ്മ എല്ലാം പറഞ്ഞിട്ടില്ലേ? നിതാമ്മ എന്നോട് പറഞ്ഞായിരുന്നു. കേറിക്കോ. ഓക്കെ, മോച്ചങ്ങോട്ട് വരട്ടെ. മോച്ച പാടാ. അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ ബോട്ടിങ്ങിന് വന്നതായിരുന്നല്ലേ എന്നും പറഞ്ഞ് എല്ലാവരും ഇതിനകത്തോട്ട് കയറി. അതെ, നമ്മൾ ബോട്ടിങ്ങിന് വന്നാണ്. ഞാൻ ഇവിടുന്ന് ലീവിന് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു ദിവസം നമുക്ക് അച്ഛയുടെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കണമെന്ന്. അതിന് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഹോട്ടലിൽ ഒരു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്താലോ എന്ന്. പിന്നെ ഞങ്ങൾ ഓർത്തു, ഞാൻ ബോട്ടിങ്ങിന് പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പം ചേച്ചിമാർ പറഞ്ഞു എന്നാൽ നമുക്ക് ബോട്ടെ വെച്ച് കേക്ക് കട്ട് ചെയ്താലോ എന്ന്. അങ്ങനെ പിന്നെ എനിക്ക് നിർബന്ധം എല്ലാവരും ഒരേ ഡ്രസ്സ് ഇടണം. ഞങ്ങൾ 3 പേരും ഒരേ കളർ ഡ്രസ്സ് ഇടാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഹിമചേച്ചി പറഞ്ഞിട്ടാണ് അച്ഛയും അമ്മേനെ ഇത് ഇടിപ്പിച്ച് പിള്ളേരെ എല്ലാം ഒരേ കളർ ഇടിപ്പിച്ച്. ഉണ്ണിക്കുട്ടിന് മാത്രം ഈ കളർ കിട്ടിയില്ല. അപ്പം ഞങ്ങളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ശ്യാമയുടെ മോൻ കുഞ്ഞുവിനോട് അത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് അവനും ആ കളറായിപ്പോയി. കിച്ചിക്കുട്ടൻ പിന്നെ വീട്ടിൽ നിന്നാണ് വന്നേ, അവനോട്ട് അറിഞ്ഞില്ല. അവനോട് ഞാൻ പറഞ്ഞു എന്നാന്നറിയാമോ, ചിറ്റിക്ക് കൊമരവം വരെ ഒന്ന് പോകണം, ഒന്ന് വരാവോ മോനേന്ന് ചോദിച്ചാണ് അവൻ വന്നേ. അല്ലെ എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവനും വരത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തപ്പോൾ പ്രത്യേക തരത്തിലുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു ഇതിൻ്റെ പുറകെ കേട്ടോ. കാരണം ഓരോരുത്തരുടെയും ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഞങ്ങളുടെ പ്ലാനുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളച്ച് ഒടിച്ച് മാറ്റിയിട്ടാണ് ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റിയത്. പിന്നെ കേക്കൊക്കെ ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞ് നിതാമാമിൻ്റെ ഒരു കസിനെ കൊണ്ട് കേക്ക് ഉണ്ടാക്കി. പക്ഷെ ഒരു സംഭവം സംഭവിച്ചു, കേക്കിൻ്റെ പേരെഴുതിയെല്ലാം ഒലിച്ചുപോയി. അവിടെ കേക്ക് കൊണ്ട് ഫ്രിഡ്ജ് വെച്ചപ്പം കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്. എനിവേ എല്ലാം ഹാപ്പി ആയിരുന്നു കേട്ടോ.
പാവം മോച്ച ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പാവം കുറച്ച് ഇമോഷണലൊക്കെ ആയിപ്പോയി. പിന്നെ നമ്മുടെ മോച്ചയല്ലേ, നമ്മുടെ വൈബിനനുസരിച്ച് അങ്ങ് തുള്ളും. അതാണേ മോച്ച. പിന്നെ ഇപ്പം അമ്മ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അയ്യോ വന്നില്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനെ, എന്തായി തീരുവോ എന്തോന്ന്. കഴിഞ്ഞ ദിവസം പറഞ്ഞു തുറക്കുന്നുണ്ടോ, കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഹർത്താലിന്. ശരിക്കും പറഞ്ഞാൽ ഈ ബർത്ത്ഡേ ഞങ്ങൾ പ്ലാൻ ചെയ്തത് 28-ാം തീയതി ആയിരുന്നു. ഇവിടുന്ന് പോരുമ്പോൾ എനിക്ക് ആകെ കുറച്ച് അവധിയല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോ ദിവസത്തെയും പ്ലാനിങ്ങുകൾ അങ്ങനെയായിരുന്നു കേട്ടോ. 28-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ പ്ലാൻ ചെയ്തതും എല്ലാം പറഞ്ഞ് റെഡിയാക്കിയതും ഒക്കെ. പക്ഷേ ഹർത്താലായി പോയതുകൊണ്ട് എല്ലാം 29-നോട്ട് മാറ്റി. അങ്ങനെ 28-ാം തീയതി തലേദിവസമാണ് അച്ഛയ്ക്കും അമ്മയ്ക്കും ഗിഫ്റ്റ് മേടിച്ചില്ലല്ലോ എന്ന് കരുതി ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയത്. പിന്നെ വേറൊരു പ്രോബ്ലം അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചായിരുന്നു. ഡ്രസ്സ് എടുത്തത് ഞാനും ചേച്ചിയും കൂടിയാണ്. അത് ശ്യാമയുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. അത് ഒരു ദിവസം ഞങ്ങൾ പൂരത്തിൻ്റെ അന്ന് പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ചെയ്തത്. കാരണം എന്നാന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഹർത്താല. അപ്പം എന്താ പറയുക, അവൾക്ക് ഡ്രസ്സ് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് പൂരത്തിൻ്റെ ക്ഷീണത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കൊണ്ടുപോയി അവൾക്ക് ഡ്രസ്സ് കൊടുത്തു. ആൾ തന്നെ അത് ഓൾഡർ ചെയ്തു. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴും ഒരു ടാസ്ക് ആയിരുന്നു. ഒരേപോലത്തെ ഡ്രസ്സിൽ എല്ലാ സൈസും ഞങ്ങൾക്ക് പറ്റുന്നൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേര് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ഓൾഡർ ചെയ്ത് സെറ്റാക്കിയാണ് ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടത്. പിന്നെ അങ്ങനെ അടിപൊളിയായിട്ട് അച്ഛയുടെ ബർത്ത്ഡേ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഞാൻ എൻ്റെ ഓർമ്മയിൽ അച്ഛയുടെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പം ഒരു പ്രത്യേക സന്തോഷം, എല്ലാ മധുരങ്ങളും കൂടെ ഒരുമിച്ച് വന്നുകൊണ്ട് അതിനൊരു പ്രത്യേക സന്തോഷമായിരുന്നു ഇന്നത്തെ ദിവസം. പിന്നെ ഞങ്ങൾ വേറെ ആരെയും കൂട്ടാഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രീഡം ആകും. പിന്നെ ഞങ്ങൾ പണ്ടത്തെ ഒരു ലൈഫിലോട്ട് പോയി. അച്ഛയും അമ്മയും ഞങ്ങൾ മാത്രമുള്ള മക്കളുണ്ടെന്നുള്ള കാര്യം പോലും സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കേട്ടോ. അത്രമാത്രം ഒരു കൊച്ചുകുട്ടി എന്നുള്ള രീതിയിൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ജീവിതത്തിൽ കുറേ കാലം കൂടി എൻജോയ് ചെയ്ത സമയമെന്ന് വേണം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു എൻ്റെ ഈ അവധികളിലെ ഇന്നത്തെ ദിവസം ശരിക്കും. പിന്നെ അതിന് എനിക്ക് സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയാനുള്ളത് നിതാ മാമിനോടും ഈ അങ്കിളിനോടും എല്ലാവരോടും. എൻ്റെ ചേച്ചിമാരെ പ്രത്യേകം പറയണം. അവരൊരുപാട് നമ്മൾ എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം ഇങ്ങനെ കൂടെ നിൽക്കുമല്ലേ. അപ്പം നമ്മളങ്ങ് അടിച്ച് പൊളിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ റീൽസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി പല ട്രൈകൾ നടത്തി. കുറേയൊക്കെ ശരിയായി. പിന്നെ എന്നിട്ടും അത്ര സാറ്റിസ്ഫാക്ഷൻ പോരായിരുന്നു. ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ, എൻ്റെ ചേച്ചിക്ക് ഒരു ചാനലുണ്ടെന്ന്. ലെറ്റ്സ് ഡു വണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു കുക്കറി ചാനലാണ്. രണ്ടാമത്തെ ചേച്ചിയുടെ ചാനലാണ് കേട്ടോ. കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഷിക്കാര എന്ന് പറയുന്ന ഈ ബോട്ട് നമ്മൾ ബുക്ക് ചെയ്തത് മോർണിംഗ് ഒരു 10:30, 11 o'clock പക്ഷേ ഞങ്ങൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് എല്ലാവരും കൂടെ റെഡിയായി വന്നപ്പോഴത്തേന് 12 മണി കഴിഞ്ഞ്. അങ്ങനെ ഇവിടെ എത്തി ലേറ്റായിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറിയത്. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള സമയമായി. ആ കഴിക്കാൻ തന്നെ നമ്മൾ ഒരിടത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താണ് കേട്ടോ. അങ്ങനെ ബോട്ട് ആ റെസ്റ്റോറൻറ്റിനടുത്ത് അടുപ്പിച്ചിട്ട് നമ്മൾ കഴിക്കാൻ കയറിയിരുന്നു. അവിടെ ആദ്യം ചെന്നപ്പോൾ തന്നെ അവർ കുറേ മീനെ കാണിച്ചിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് ഏത് ടൈപ്പ് മീൻ വേണേലും പറഞ്ഞാൽ അപ്പോൾ തന്നെ അവർ കുക്ക് ചെയ്ത് റെഡിയാക്കി തരും. പക്ഷെ ഞങ്ങൾ അതിൽ നിന്നൊന്നും വാങ്ങിയില്ല. നമ്മൾ നോർമൽ മീൽസാണ് പറഞ്ഞത്. പിന്നെ കപ്പ വേണമെന്ന് പറഞ്ഞു. മീൻകറി സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു. പിന്നെ ഷാപ്പിലെ കഴിക്കുന്ന പോലെ അങ്ങനെ സെറ്റാക്കി. ആ ഒരു വൈബാണ് പിടിച്ചത് ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേന്. ഞങ്ങളാണെങ്കിൽ 10 പേരുണ്ടായിരുന്നു. 10 പേരെ ഈ റൂമിൽ ഒക്യുപ്പൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് തിരികെ നേരെ ബോട്ടിലോട്ട് കയറി. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇടുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ ഉണ്ണി എവിടാന്ന് പോലും നോക്കുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ അച്ഛനോട് ഡാൻസ് കളിക്കുന്ന തിരക്കിൽ ഉണ്ണിമോൻ എവിടെ പോയാൽ നിൽക്കുന്നതെന്ന് പോലും നോക്കുന്നില്ല. ഉള്ളതിൽ ചെറുത് ഉണ്ണിയാണല്ലോ. അപ്പം ഉണ്ണി അവരുടെ ആരുടെയും കൂടെ കാണുമെന്നുള്ളൊരു വിശ്വാസം ആയിരുന്നായിരിക്കണം അമ്മയായി എനിക്ക്. അതോ ഇനി അമ്മയാണെന്ന് ഞാൻ മറന്നുപോയോന്ന് തന്നെ ഓർക്കുന്നില്ല. എനിവേ എല്ലാവരും കൂടെ ഞങ്ങൾ തകർത്ത് അടിച്ച് പൊളിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ. ഈ ഓരോ പ്രാവശ്യം ഡാൻസ് കളിക്കുമ്പോഴും മോച്ചയാണെങ്കിൽ കാല് വയ്യാതെ ഇടയ്ക്കിടയ്ക്ക് പോയി റെസ്റ്റ് എടുക്കും. നോക്ക്, കാലും പൊക്കി വെച്ചിരുന്ന അമ്മയാണ് ഓടി വന്നത് ഞങ്ങളുടെ കൂടെ ഈ തുള്ളുന്നത്. കാല് വയ്യെങ്കിലും പക്ഷെ നമ്മുടെ മനസ്സങ്ങനെയല്ലേ, മനസ്സങ്ങോട്ട് ആഗ്രഹിക്കല്ലേ. അപ്പം നമ്മുടെ ശരീരം കൂടെ അങ്ങ് പൊങ്ങി തരുമല്ലേ. അച്ഛയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോകളെല്ലാം ഞാൻ പാട്ടിന് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കാമെന്ന് കരുതുകയാണ്. കോപ്പിറൈറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കോപ്പിറൈറ്റ് കിട്ടുകയാണെങ്കിൽ പാട്ടെല്ലാം മ്യൂട്ട് ചെയ്യേണ്ടി വരും. എനിവേ അങ്ങനൊന്ന് നോക്കാം, എന്നാലേ ഉള്ളൂ
ആ വൈബ് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. മോച്ചച്ചയൊക്കെ തുള്ളുന്ന കാണുമ്പോഴേ എന്നായാലും എനിക്ക് തോന്നുന്നത് മനസ്സറിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയൊരു ദിവസമായിരിക്കണം ഇന്ന്. ജീവിതത്തിൽ ഇതുപോലുള്ള മുഹൂർത്തങ്ങൾ വളരെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അന്ന് നമ്മൾ ശരിക്കും അടിച്ച് പൊളിച്ചങ്ങ് യൂസ് ചെയ്തോണം. പിന്നീട് എവിടെയെങ്കിലും പോയിരിക്കുമ്പം അല്ലെങ്കിൽ ഇതുപോലെ ഈ വീഡിയോകളൊക്കെ കാണുമ്പം ശരിക്കും നമുക്കതൊരു റീഫ്രഷ്മെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ജീവിതം ഒന്നല്ലേ ഉള്ളതേ, ഉള്ള സമയത്ത് അടിച്ചു പൊളിക്കുക. അങ്ങനെ ഞാനും അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും കൂട്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കൊരു വൈറലായൊരു റീലുണ്ട്, അതെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ പരിപാടി അച്ഛക്ക് അറിയത്തില്ല, പ്ലാൻഡായിട്ട് ചെയ്യാനൊന്നും അച്ഛക്ക് അറിയത്തില്ല, അച്ഛക്ക് എല്ലാം സ്പോണ്ടേനിയസ് ആയിട്ടാണ് വരുന്നത്. ഉള്ളതാട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തകർത്തു. പിന്നെ ചേച്ചി ഇടയ്ക്കൊന്ന് പോയി റെസ്റ്റ് എടുത്തു. അപ്പോഴത്തേനാണ് പാട്ടിന് താളം മാറി വരുന്ന കേട്ടപ്പോഴത്തേന് ചാടി എഴുന്നേറ്റ് അതിനനുസരിച്ച് തുള്ളുവാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബോട്ടിങ് അങ്ങോട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടില്ല. എനിക്കങ്ങോട്ട് എൻജോയ് ചെയ്തതായിട്ട് തോന്നുന്നില്ല. ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഭംഗിയൊന്നും ഞാൻ ആസ്വദിച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി ഉള്ളതിൻ്റെ ആ ഒരു സന്തോഷമാണ് എനിക്ക് കൂടുതലും ഉണ്ടായത്. പിന്നെ എനിക്ക് ഇന്ന് ഈ പ്രായം വന്ന് നിൽക്കെ അച്ഛൻ്റെ ബർത്ത്ഡേ ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ചേർന്ന് ഇതുപോലെ ഹാപ്പി ആക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിനകത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛൻ്റെ ബർത്ത്ഡേ അച്ഛൻ അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. നമുക്ക് കുഞ്ഞുനാളിൽ അങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങളോ അങ്ങനെ പരിപാടികളോ അങ്ങനെയൊന്നുമില്ല. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയെടുത്തതാണ്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛന് ഗവൺമെൻറ് ജോലി കയറുന്നതിന് മുമ്പായിട്ട് എന്താണെന്ന് അറിയത്തില്ല, അത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഗവൺമെൻറ് ജോലി കയറുന്നതിന് മുമ്പായിട്ട് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് കല്ല് ചുമക്കാൻ പോയിട്ടുണ്ട്, വർക്ക്ഷോപ്പിൽ പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടാണ്. എല്ലാവരും അച്ഛനമ്മമാരും മക്കളെ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. ഞാനിപ്പം എൻ്റെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം എന്നെപ്പോലുള്ള മക്കൾക്ക് ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു, ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. പിന്നെ ഞങ്ങൾക്ക് ഒരു അടിപൊളി ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു നിമിഷം പോലെ ഇരിക്കണമെന്നോ ഇതാകണമെന്നൊന്നുമില്ല. കാരണം എൻ്റെ ചിന്ത എന്നാന്ന് വെച്ചാൽ തിരിച്ചു വന്നു കഴിയുമ്പം എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഹാപ്പിനെസ് ഒന്നും ഇല്ല. അപ്പം എനിക്ക് കിട്ടിയ ടൈം എത്ര ടൈമാണോ അതിന് 100% നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യണമെന്ന് എനിക്കിങ്ങനെ തോന്നി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിടത്ത് നിന്ന് അവിടെ വെച്ച് കരിക്കുണ്ടായിരുന്നു. അപ്പം കരിക്ക് മുഴുവൻ ഞങ്ങൾ കുടിച്ചില്ല. ആവശ്യമുള്ളവരൊക്കെ കുടിച്ചതിന് ശേഷം ബാക്കി കുറേ കരിക്ക് മേടിച്ച് മറ്റേ ബോട്ടിൽ വെച്ചിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ബോട്ടിൽ വെച്ച് തന്നെ കരിക്കൊക്കെ ബാക്കി കുടിച്ച് അങ്കിള് ഞങ്ങൾക്കത് ഓപ്പൺ ആക്കി തന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കരിക്കൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ ഒരു 3.5 മണിക്കൂർ ഞങ്ങൾ ഷിക്കാര ബോട്ട് യൂസ് ചെയ്തുള്ളൂ. അതിനുള്ള പൈസയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ആണെങ്കിൽ ചേച്ചിക്ക്, രണ്ടാമത്തെ ചേച്ചിക്ക് വീട്ടിൽ ആരോ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ചേച്ചിക്ക് പോകണമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പരിപാടി കുറച്ച് ലിമിറ്റഡ് ടൈം ആക്കിയത്. അല്ലെങ്കിൽ ഞങ്ങൾ ആ ബോട്ടിൽ തന്നെ ഇരുന്നേനെന്ന് തോന്നി കേട്ടോ. അങ്ങനെ ചേച്ചി നേരെ ബൈ ഒക്കെ പറഞ്ഞ് ചേച്ചി പോയി. ഞങ്ങൾ നേരെ ഇനിയും പോകുന്നതാണ് നിതാമാമിൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ നിതാമാമിൻ്റെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങി. ഈ സർപ്രൈസുകളൊക്കെ പൊളിച്ച് നേരെ ഞങ്ങൾ നിതാമാമിൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ നിതാമാമിനെ കണ്ട് നിതാമാമിന് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് നിതാമാമിൻ്റെ അച്ഛനും അമ്മയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോരുന്നതും ബസ്സിനാണ് കേട്ടോ. അന്നേരം തിരിച്ച് പോകുന്നപ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴയും നല്ല ക്ലൈമറ്റും നല്ല പാട്ടും ബസ്സിലെ പാട്ടും ഒക്കെ കേട്ട് അങ്ങനെ അങ്ങ് എൻജോയ് ചെയ്ത് തിരിച്ചു പോകുന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന് വേറൊരു ടാസ്ക് കൂടെ ഉണ്ട്. പുതുപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകണം, അപ്പച്ചയുടെ അച്ഛമ്മയുടെ അടുത്ത്. അവിടെയാണ് ഞങ്ങളെ കാത്ത് അപ്പയും കൊച്ചച്ചയും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കൊച്ചച്ച വന്നപ്പോൾ ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ കൊച്ചച്ച പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പ്ലാനാണ് രാവിലത്തെ കാര്യം. നാളെ ഞങ്ങൾക്ക് വേറൊരു പ്ലാനുണ്ട്. മൂകാംബികയല്ല, കണിച്ചുകുളങ്ങര അമ്പലത്തിൽ പോകണം. രാവിലെ എല്ലാവരും കൂടെ കണിച്ചുകുളങ്ങര അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയാണ്. അതൊക്കെ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കോമഡികളൊക്കെ പറഞ്ഞ് അച്ഛമ്മയുടെ കാര്യം അപ്പച്ചയുടെ കാര്യമൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് ഇതെല്ലാം കേട്ട് ഞങ്ങൾ സന്തോഷമായി ഇന്നത്തെ ലീവ് അങ്ങോട്ട് എൻഡ് ചെയ്തു. ഇത്രയും ഹാപ്പിനെസ് കിട്ടിയ
ലീവ് ഡേ ഇന്നാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നായിരിക്കണം. അപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.